അപ്പൊ നമ്മുടെ മാങ്കോയി ഞാൻ പുതുതായിട്ട് കണ്ടുപിടിച്ച ഒരു പേരാണ്. അത് നിങ്ങൾ കഴിഞ്ഞ തവണ കമന്റിലൊക്കെ ഒരുപാട് പേര് ഇട്ടിരുന്നല്ലോ. അതെ അതെ അതെ, ഞാൻ കണ്ടുപിടിച്ച പേര്. മാങ്കോയി വിഷയത്തിൽ പുതിയ ഒരു അപ്ഡേഷനാണ് വന്നിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഗർഭഛിദ്രത്തിന് വിധേയരായത് ഒന്നല്ല 2 പേരാണ് എന്നതാണ് വെളിപ്പെടുത്തൽ. അപ്പൊ നമുക്ക് ഇരയുണ്ടോ എന്ന് ചോദിച്ചു കടന്നിട്ട് അവസാനം ഇരയില്ല എന്ന് തീർപ്പാക്കിയ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടല്ലോ, അവരോട് സംസാരിക്കാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി എന്നത്തെയും പോലെ തന്നെ സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായ നിങ്ങൾ നൽകുന്ന സംഭാവനകൾ കൊണ്ടാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പിടിക്കാത്ത ഒരുപാട് പേര്, അതിപ്പോ ഇന്ന പാർട്ടി എന്നൊന്നുമില്ല, ഏത് പാർട്ടിയിലായാലും വൃത്തികേട് കാണിക്കുന്നവരെ ഞാൻ വിമർശിക്കും. അപ്പൊ അത് പിടിക്കാത്ത അവരുടെ കുറെ സപ്പോർട്ടേഴ്സായ ആളുകൾ റിപ്പോർട്ട് അടിക്കുന്നത് കൊണ്ട് നമുക്ക് വരുമാനം ഇങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലും വരെ കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ആയപ്പോഴാണ് അങ്ങനെ നിർത്തിപ്പോകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് സാമ്പത്തികമായി നമ്മൾ പിന്തുണ ചോദിച്ചത്. അപ്പൊ ഇതുവരെ കൂടെ നിൽക്കുന്നത് പോലെ തന്നെ തുടർന്നും കൂടെ നിൽക്കുക. കുറച്ച് നാളുകൾക്കുള്ളിൽ ഈ പ്രശ്നമൊക്കെ നമ്മൾ സോൾവ് ആക്കും, അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ സോൾവ് ആക്കുന്നത് വരെ കൂടെ നിൽക്കുക എന്ന് പറയാണ്. അപ്പൊ നമുക്ക് മാങ്കോയി വിഷയത്തിലേക്ക് വരാം. അപ്പൊ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടം എന്ന MLA ഈ ഒരു സ്ത്രീപീഡന ആരോപണങ്ങളൊക്കെ പുറത്തു വന്നപ്പോ ആദ്യം പുറത്തു വന്നത് ഇതൊക്കെ AI കൊണ്ട് ഇപ്പൊ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ, ഏത് ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് പുറത്തു വന്ന ഓഡിയോ, അത് ഞാനല്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊരു പെണ്ണിനെ അറിയില്ല, ഇങ്ങനൊരു കോള് ഞാൻ സംസാരിച്ചിട്ടില്ല എന്ന് വ്യക്തവും സ്പഷ്ടവുമായി പറയേണ്ടതിന് പകരം ഇതൊക്കെ ഇപ്പൊ ഉണ്ടാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ എന്നാണ് ഇദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്കറിയാം, ഒറ്റ വാക്കിൽ ഞാനല്ല എന്ന് പറയാൻ പോലും ആർജവമില്ലാത്ത ഒരു വ്യക്തി, ആ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു സംശയം തോന്നേണ്ട കാര്യമില്ല എന്നുള്ളത് അന്നേ തോന്നിയതാണ്. എന്നാൽ ആരാണ് ഇര എന്നും പറഞ്ഞുകൊണ്ട് ഇരേനെ അന്വേഷിച്ച് നടന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇതിൽ 2 കൂട്ടം ആൾക്കാരുണ്ട്. ഒന്ന് ഇവരുടെ, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തന്നെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവർക്ക് വേണ്ടത് ഇരകൾ ആരാണെന്നറിഞ്ഞ് അവരുടെ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസും മുഖവും കാര്യങ്ങളും ഒക്കെ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരിക, എന്നിട്ട് അവരെ പറ്റി അസഭ്യങ്ങൾ എഴുതിയിടുക, എന്നിട്ട് അതിന്റെ അടിയിൽ പോയിട്ട് ഇവരുടെ സപ്പോർട്ടേഴ്സ് തന്നെ വൃത്തികെട്ട രീതിയിൽ കമന്റ് ഇടുക. ഉദാഹരണത്തിന് ഇദ്ദേഹം മെസ്സേജ് അയച്ച് ശല്യം ചെയ്തു 3 വർഷം മുമ്പ് എന്ന് വെളിപ്പെടുത്തിയതിന് റിനി എന്ന് പറയുന്ന പെൺകുട്ടി നേരിടുന്ന സൈബർ ആക്രമണങ്ങൾ നമ്മൾ കണ്ടതാണ്. പീഡിപ്പിക്കപ്പെട്ടിട്ട് ഈ പെൺകുട്ടി ചിരിക്കുന്നു, ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പീഡിപ്പിച്ച ഒരാൾ ഇങ്ങനെ ചിരിക്കുവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കുട്ടി ചിരിച്ചുകൊണ്ട് കേക്ക് മുറിക്കുന്ന ഒരു ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആ കുട്ടിക്ക് മോശമായിട്ട് മെസ്സേജ് അവൻ അയച്ചു എന്നാണ് ആ കുട്ടി പറഞ്ഞത്, അല്ലാണ്ട് ആ കുട്ടീനെ പീഡിപ്പിച്ചു എന്ന് ആ കുട്ടി ഒരിടത്തും പറഞ്ഞിട്ടില്ല. മൊത്തം 10 പേരാണ് ഇവരെതിരെ ലീഗലി കേസ് കൊടുത്തിരിക്കുന്നത്. വെളിപ്പെടുത്തലുമായി വന്നത് 9 പെൺകുട്ടികളാണ്. എന്നിട്ട് ഇതിൽ ഏതാ ഇര, ഏതാണ് ബാക്കിയുള്ള പെണ്ണുങ്ങൾ, മൊത്തം എത്ര പരാതി, ഇതൊന്നും അറിയാതെ എല്ലാരെയും വലിച്ചു വാരിയിട്ട് അധിക്ഷേപിക്കുക. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഉദ്ദേശം ഇവനെതിരെ ഒരാളും ഇനി പരാതിയുമായി വരരുത് എന്നുള്ളതാണ്. വന്നു കഴിഞ്ഞാൽ ഇതാവും അനുഭവം, നിങ്ങളെ ഞങ്ങൾ നശിപ്പിച്ചു കളയും. കാരണം നമുക്കറിയാം, ഒബ്വിയസ്ലി ഇതിനൊക്കെ ഇരയാക്കപ്പെട്ട ആളുകൾക്ക് അവര് മൊത്തത്തിൽ മോശമാണ് എന്ന രീതിയിൽ പോർട്രേറ്റ് ചെയ്ത് ആളുകൾ എല്ലാവരും കൂടി ചീത്ത പറയുമ്പോൾ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറ്റി ഒരാൾ ദൂഷണം പറയാ, പരദൂഷണം പറയാ, അത് നമുക്ക് വിഷമില്ലേ? നിങ്ങളൊക്കെ ജീവിതത്തിൽ ഈ ഒരു സിറ്റുവേഷൻ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു വ്യക്തികളായിരിക്കും അല്ലെ? നിങ്ങളെ പറ്റി ആരെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ അപവാദം പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അറിഞ്ഞപ്പോ നിങ്ങൾക്ക് സന്തോഷമാണോ തോന്നി? അല്ല, എല്ലാ വ്യക്തികൾക്കും മാനസികമായിട്ട് വിഷമം ഉണ്ടാവും. അപ്പോ ഓൾറെഡി ഇതുപോലത്തെ കാര്യങ്ങളിൽ ബാധിക്കപ്പെട്ട് ചതിക്കപ്പെട്ട് നിൽക്കുന്ന പെൺകുട്ടികൾ ഇതോടെ ഇനി ഒന്നും വേണ്ട, എനിക്കിതൊന്നും താങ്ങാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ആയുധം താഴെ വെച്ച് ഇവനെതിരെ ഒരു രീതിയിലും പുറത്തു വരാതെ പോകണം. അതാണ് ഇവരുടെ ഉദ്ദേശം. ഇതാണ് ഒരു ടീം. രണ്ടാമത്തെ ടീം, രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിക്കെതിരെ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താ പറയാ, അയാളെ ഒതുക്കാനായിട്ട് ഉപകരിക്കാമല്ലോ. അപ്പൊ അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇരകളുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും വിളിച്ച് അന്വേഷിച്ച് നടക്കുന്നതായിട്ടൊക്കെ ഈ സമീപ ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞിരുന്നു. അപ്പൊ ഈ 2 കൂട്ടരുമാണ് ഇരകൾക്ക് പിന്നിലുള്ളത്. എനിക്ക് തോന്നുന്നു രാഷ്ട്രീയമായിട്ട് രാഹുലിനെ എതിരെ ഉപയോഗിക്കാം എന്ന് വിചാരിക്കുന്നവർ പോലും ഒരു തരത്തിൽ ഇരകൾക്ക് നല്ലത് തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ പുറത്തു വന്ന വാർത്തകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗർഭഛിദ്രം നിർബന്ധിച്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന, അങ്ങനെ നിർബന്ധിച്ച് ചെയ്തിരിക്കുന്ന ഒരു പെൺകുട്ടിയല്ല, 2 പെൺകുട്ടികളെയാണ്. അതിലൊരാൾക്ക് അതിന് വിധേയമാക്കപ്പെട്ടിട്ടുള്ളത് ബാംഗ്ലൂരിലാണെങ്കിൽ ഒരാൾ അതിന് വിധേയമാക്കപ്പെട്ടത് തിരുവനന്തപുരത്താണ്. ഹോസ്പിറ്റലിൽ നിന്നുമുള്ള റെക്കോർഡ്സും കാര്യങ്ങളും എടുത്തതിന് ശേഷമാണ് ക്രൈംബ്രാഞ്ച് ഈ കാര്യത്തിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്, ഇത്തരം വെളിപ്പെടുത്തലുമായി ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന നിലയിലാണ് ഇപ്പോൾ കേസ് എത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. അതായത് ഞാൻ ഈ വിഷയത്തിൽ തുടക്കം മുതൽ ഇരകൾക്കൊപ്പം നിൽക്കുന്നത് ഇരകളെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. ഞാനത് എല്ലാ വ്യക്തികളോടും പറഞ്ഞിട്ടുണ്ട്. ഇരകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് സെക്ഷുവലി ഇയാളുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ട ആളുകൾ മാത്രമാണെന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങളുടെ ഭാര്യ കോൺഗ്രസ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളാണെന്ന് കരുതുക, ഇനി അല്ലാതെ ആയിക്കോട്ടെ, നിങ്ങൾ കോൺഗ്രസ്സിലുള്ള ഒരാളാണെന്ന് കരുതുക, ഈ പാർട്ടി ബന്ധത്തിന്റെ പേരിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് പാതിരാത്രി ഇയാൾ മെസ്സേജ് അയച്ചാൽ അത് തെറ്റല്ലേ? തെറ്റല്ലെന്ന് നിങ്ങൾ പറയോ?
എന്നാൽ ഈ കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ കോൺഗ്രസ്സുകാര് ന്യായീകരിച്ചുകൊണ്ട് വന്നിരുന്നു. അപ്പൊ എന്നോടും ഒരാള് ഫേസ്ബുക്കിൽ കമന്റിൽ ഇങ്ങനെ പറഞ്ഞു, അവൻ ചെയ്തതല്ല തെറ്റ്, ഈ പെൺകുട്ടികൾ ചെയ്തതാണ് തെറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, താങ്കളുടെ പ്രൊഫൈൽ പിക്ചറിൽ ഒരു പെണ്ണുണ്ടല്ലോ, ഞാനിരുന്ന് മെസ്സേജ് അയക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ എനിക്ക് തന്ന മറുപടി, എന്നാ നീ അയച്ചു നോക്കടാ എരപ്പേ എന്നാണ്. അപ്പൊ ഞാൻ മറുപടി കൊടുത്തത്, അപ്പൊ താങ്കളുടെ ഭാര്യക്ക് അയക്കുന്നവർ എരപ്പ, നാട്ടുകാർക്കൊക്കെ അയക്കുന്നവൻ മഹാനായ നേതാവ്. ഇതെങ്ങനെയാണ് ശരിയാവുന്നത്? ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇര എന്ന് പറയുന്നത് ഇവന്റെ ഭാഗത്തു നിന്നും എന്ത് ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടോ ആ ബുദ്ധിമുട്ടുകൾ നേരിട്ട വ്യക്തികളെല്ലാം ഇരകളാണ്. അത് ഗർഭചിത്രം തന്നെ ആവണം എന്നില്ല. ഗർഭചിത്രമാണ് നിയമപരമായി ഒരു ഗുരുതര കേസായിട്ട് വന്ന് നിൽക്കുന്നത് എന്നതാണ് കാരണം. ഒരു MLA ആയാലും ഒരു നോർമൽ വ്യക്തിയാണെങ്കിലും നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വിധേയയാക്കാൻ പാടില്ല എന്നാണ് ഇന്ത്യയിലെ നിയമം. അപ്പൊ നിങ്ങൾ ഒരുപാട് കമന്റുകൾ കണ്ടു കാണും. കുറച്ചുപേരും കൂടി കമന്റ് ഇടുന്നുണ്ട്, ഗർഭചിത്രം നിർബന്ധിച്ചാണെന്ന് തെളിഞ്ഞാൽ പെൺകുട്ടിനെ അറസ്റ്റ് ചെയ്യും. എന്ത് മണ്ടത്തരാ നിങ്ങൾ പറയുന്നത്? എന്ത് മണ്ടത്തരാ നിങ്ങൾ പറയുന്നത്? പെൺകുട്ടി വിക്ടിമാണ്. വിക്ടിം എന്ന് പറഞ്ഞാൽ അവളുടെ ഭാഗത്തു നിന്നാണ് കേസ്. അതെങ്ങനെയാ പരാതി കൊടുത്ത ആൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്? ഇന്ത്യയിൽ അബോർഷൻ എന്ന് പറയുന്നത് ലീഗലാണ് ചില സർക്കംസ്റ്റൻസിന് കീഴെ. ആ സർക്കംസ്റ്റൻസിൽ ഒന്നാണ് സിംഗിൾ ആയിട്ടുള്ള ഒരു സ്ത്രീ, ഞാൻ വിവാഹിതയല്ലെങ്കിൽ എനിക്ക് എന്റെ ഗർഭം അലസിപ്പിക്കാം. അതിന് കോടതി നിശ്ചയിക്കുന്ന ഒരു ടൈം പീരീഡ് ഉണ്ട്. അതിന്റെ ഉള്ളിൽ ഇത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു സിംഗിൾ ആയ ഞാൻ അബോർഷൻ ചെയ്താൽ എനിക്കെതിരെ കേസില്ല, അതിവിടെ ലീഗലാണ്. എന്നാൽ ഞാൻ സിംഗിൾ ആയിരിക്കെ എന്നെ പ്രഗ്നന്റ് ആക്കിയ വ്യക്തി എന്നെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച്, അല്ലെങ്കിൽ ഫോഴ്സ്ഡ് അബോർഷൻ എന്നാണ് അതിനെ പറയാ, നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി എന്തൊക്കെ ചെയ്തിട്ടും എന്നെ കൊണ്ട് അതിനെ വിധേയാക്കിയാൽ ഞാനല്ല അവിടെ പ്രതി, അവനാണ് പ്രതി. അവനാണ് അകത്ത് കിടക്കാൻ പോകുന്നത്. മിനിമം 2 വർഷം അകത്ത് കിടക്കണം. അത് മാത്രമല്ല, രാഷ്ട്രീയപരമായി ഇനി രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവില്ല. കാരണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും പറ്റില്ല 2 വർഷം അകത്ത് കിടന്നു. പേഴ്സണലായി അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞല്ലോ. പേഴ്സണലായിട്ട് അറിയാവുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കാര്യത്തിൽ വളരെ കാര്യമായിട്ട് തന്നെ ഇടപെട്ടിട്ടുണ്ടെന്നാണ്. അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചോദിച്ചാൽ, ഒരുപക്ഷെ നമുക്ക് ഇരകളോടുള്ള അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള ഭയങ്കര കരുതലായിട്ടോ അല്ലെങ്കിൽ ഇടതുപക്ഷം സ്ത്രീകളോടൊപ്പം ആണെന്നോ ഒക്കെ CPM-കാർ ഇതിനെ വ്യാഖ്യാനിച്ചേക്കാം. എന്നാൽ ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്, മിസ്റ്റർ പിണറായി വിജയൻ എന്നൊക്കെ നിയമസഭയിൽ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്കെതിരെ ഇങ്ങനൊരു കാര്യം കിട്ടുമ്പോൾ അത് റെലവന്റുമായിരിക്കെ അദ്ദേഹം അത് കാര്യമായിട്ട് തന്നെ എടുക്കുമല്ലോ. അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ക്രൈംബ്രാഞ്ചിൽ ടീം ഫോം ചെയ്തിരിക്കുന്നത്. ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ്. ഇരകളുടെ മൊഴി എടുക്കാൻ സാധിച്ചാൽ നല്ല രീതിയിൽ ഇരകൾ മൊഴി നൽകും എന്ന നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇതുപോലെ നിങ്ങളും പ്രതിയാവും, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് കളയും, ഇങ്ങനെ ചെയ്ത്, നല്ല ഭീഷണി ഇപ്പോഴേ അവർക്കുണ്ട്. അത് ക്രൈംബ്രാഞ്ചിലെ ആൾക്കാർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി തന്നെ കൂടെ നിൽക്കുമ്പോൾ പിന്നെ ഇരകളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾക്കും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ നിയമപരമായിട്ട് ഇതിന്റെ പുറകിൽ തന്നെ പോവുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു വ്യക്തി ഒരിക്കലും നിയമസഭയിൽ ഇരിക്കാൻ പാടില്ല. ഇപ്പൊ മുകേഷിന്റെ കാര്യവും ഗണേഷിന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് വരുന്ന വ്യക്തികളോട് ഞാൻ പറയട്ടെ, ഇതുപോലെ ഫോണിലൂടെ ഒരു പെണ്ണിനോട് എന്റെ ഭാവി നീ നോക്കണ്ടോ, എനിക്ക് നിന്നെ കൊല്ലാൻ എത്ര നേരം വേണം, ആ കുഞ്ഞ് ജീവിച്ചിരിക്കുന്ന എനിക്ക് അപകടമാണ് എന്ന ഒരു വാക്ക് നിങ്ങൾ പബ്ലിക്കായിട്ട് വേറെ ഏതെങ്കിലും MLA പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് അവനല്ലാന്ന് അവൻ പോലും പറയുന്നില്ല. അത് ഞാനല്ലാന്നൊരു വാക്ക് പറയാൻ കഴിയില്ല. കാരണം അയാൾക്കറിയാതെ അയാളാണെന്ന്. മറ്റൊരു ചാറ്റ് പുറത്തു വന്നത്, ഡോക്ടർ കൂടെ ഉണ്ടെങ്കിൽ മതി, ഹോസ്പിറ്റലൊന്നും പോകണ്ട, മരുന്ന് കഴിച്ച് അബോർഷൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ്. പേഴ്സണലി അറിയാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇരകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ വ്യക്തി ഒരാളുമായും സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സമയത്ത് കോൺട്രാസെപ്റ്റീവ് യൂസ് ചെയ്യാത്ത വ്യക്തിയാണ്. അതായത് കോണ്ട വിടാൻ ഇയാൾ തയ്യാറല്ല. അപ്പൊ പിന്നെ ഈ അബോർഷൻ കേസ് എങ്ങനെയാ വരുന്നതെന്നുള്ള ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. അത്ര പോലും പറ്റാത്തൊരു മനുഷ്യനാണ്. പക്ഷേ ഇയാളുടെ എന്താ പറയാ പ്രവൃത്തികളും കാര്യങ്ങളും ഒന്നും നോർമൽ അല്ല. ഇയാൾക്ക് എന്തോ മാനസിക പ്രശ്നമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഇയാൾ ഇങ്ങനെ പെണ്ണുങ്ങളിലേക്ക് ഇയാൾ ഇങ്ങനെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പെൺപിള്ളേരുടെ മാനസിക വളർച്ച ഇല്ലാത്തതാണ്. ഇപ്പൊ ലിവിങ് ടുഗദർ ഒക്കെ ഇങ്ങനെ നടക്കുമല്ലേ, അതുപോലെ സെക്സ് ഒക്കെ ഇങ്ങനെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ, അതിലൊക്കെ ഇങ്ങനെ ഇത്ര വിഷമിക്കാനുണ്ടോ എന്നൊക്കെ പറയുന്ന വ്യക്തികളോട് ഞാൻ പറയട്ടെ, ഈ കൺസെന്റ് എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? കൺസെന്റ് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഒരാളെ പറഞ്ഞു പറ്റിച്ച് ഗർഭിണിയാക്കുക എന്ന് പറയുന്നത് മൊബൈലും ഇന്റർനെറ്റും വന്ന സമയത്ത് വരുന്ന കാര്യമൊന്നുമല്ല. ഇതൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി നല്ലതാണ് ചെയ്യുന്നതാണോ നിങ്ങൾ പറയുന്നത്? അവൻ നല്ലവനാണെന്നാണോ പറയുന്നത്? അന്നും ഇന്നും അത് തെറ്റ് തന്നെയാ. ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാ. നിങ്ങൾക്ക് സെക്സ് ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് പറയാം, ഏതൊരു പെണ്ണിനോടും പറയാം. അവൾക്ക് യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ, അത് അക്സെപ്റ്റ് ചെയ്യാം. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ല. ഒരാൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും ചെയ്യാനില്ല. എന്നാൽ നോ പറഞ്ഞ വ്യക്തിയെ കീഴ്പ്പെടുത്താൻ വേണ്ടി പ്രണയം കുത്തിത്തിരിക്കുന്നത് എവിടത്തെ മര്യാദയാണ്? ഞാൻ നിന്നെ കെട്ടിക്കോളാം 10 പേരോട് 20 പേരോട് കെട്ടിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് പെമ്പിള്ളാരുമായിട്ട് സെക്സ് ചെയ്യുന്ന വ്യക്തിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുന്നത്? പിന്നെ ഇതിനൊക്കെ ഈ പെൺകുട്ടികൾ നിൽക്കുമല്ലേ, അതുകൊണ്ട് അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ വ്യക്തികളോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊക്കെ ഈ പ്രായത്തിനടുക്ക് നിങ്ങളെയൊന്നും ഒരു മനുഷ്യൻ പറ്റിച്ചിട്ടില്ലേ? എല്ലാ മനുഷ്യരെയും പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. മനുഷ്യരാണെങ്കിൽ മനുഷ്യർ ചിലരെയൊക്കെ വിശ്വസിക്കും. മുഴുവനായിട്ട് ഒരു മനുഷ്യനെ തുറന്നു നോക്കാനൊന്നും ഒരാൾക്കും പറ്റില്ല.
ഈ പ്രണയിച്ച് വഞ്ചിക്കപ്പെടുക എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും കിട്ടിയിട്ടുള്ള കാര്യമാണ്. അത് സെക്ഷുവലി എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ട മനുഷ്യരുണ്ട്, മെന്റലി ഡിസ്ട്രോയിഡ് ആയ മനുഷ്യരുണ്ട്. അപ്പൊ ഇത് ഏത് രീതിയിലാണ് ആൾക്ക് കിട്ടണമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആദ്യമായിട്ട് ഒരാളായിട്ട് പ്രണയത്തിലായി അവനെ തന്നെ പിന്നെ വിവാഹം കഴിച്ച് അവന്റെ കൂടെ തന്നെ അങ്ങ് മരണം വരെ ജീവിക്കും. ഇതൊക്കെ 100 പേരെടുത്ത് അതിൽ ഒരാളെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ബാക്കി എല്ലാവർക്കും ഇത് കിട്ടണതാ. പക്ഷെ മനഃപൂർവ്വം ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാരെ വഞ്ചിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി പോകുന്ന ഒരുത്തനെ നിങ്ങൾ ന്യായീകരിച്ചു വെക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അവൻ ചെയ്തത് ഒരു സിമ്പിൾ കാര്യമാണ്, പെൺകുട്ടികളാണ് തെറ്റ് എന്ന രീതിയിൽ പോർട്രേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഇതുപോലുള്ള പേർവേർട്സിനെ നിങ്ങൾ വളർത്തുവാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും ഒരാഴ്ച നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താൻ പറ്റുമോ? നിങ്ങളെ ഭാര്യയും മക്കളും ഒക്കെ ഉള്ള വീട്ടിൽ നിങ്ങൾ ഇവനെ കൊണ്ടുവന്ന് നിർത്തുവോ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. വിത്തും പേരും ഇല്ലാത്ത എത്ര പരാതികളാണ് വരുന്നതെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. വിത്തും പേരും നിങ്ങൾക്ക് എന്തിനാ? കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ TN ഖാദർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പോസ്റ്റ് കണ്ടു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു ഇരയുണ്ടെങ്കിൽ അത് പൊതുമധ്യത്തിലേക്ക് വരേണ്ട ആവശ്യമുണ്ടല്ലോ, അങ്ങനെ ഒരു ഇരയുണ്ടോ ഇല്ലെന്നെങ്കിലും പൊതുജനങ്ങൾക്ക് അറിയേണ്ടതുണ്ടല്ലോ എന്നാണ്. അങ്ങനെ ഒരു റൈറ്റ്സും ഇല്ല. ഇരയുണ്ടെങ്കിൽ അത് ഇര തുറന്നു പറയേണ്ടത് ഇവിടുത്തെ കോടതിക്ക് മുന്നിലാണ്, ന്യായാധിപന് മുന്നിലാണ്. അതാണ് ഇവിടുത്തെ നിയമം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം അങ്ങനെയാണ്. അല്ലാതെ ഒരു ഇരയെ നിങ്ങൾക്ക് പൊതുജനത്തിന് വെളിപ്പെടുത്തി തരണമെന്ന് ഒരിടത്തും നിയമമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയണ്ട, ഇരയുണ്ടോ ഇല്ലയോ എന്ന് പോലും നിങ്ങൾ അറിയണ്ട. അയാൾ ശിക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാൽ മതി ഇരയുണ്ടെന്ന്. അത് ആരാണെന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തേണ്ട ബാധ്യതയില്ല. ആ കുട്ടിക്ക് ജീവിക്കണ്ടേ? നിങ്ങളുടെ മകളാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കോ? അതിനൊരു തെറ്റുപറ്റിപ്പോയി എന്ന് കരുതി കൊല്ലോ നിങ്ങൾ? അതോ കൊല്ലുന്ന ആളുകളുടെ ഇടയിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കോ? തെറ്റുപറ്റാത്ത മനുഷ്യരാരും ഇല്ല. അവരെ ചേർത്ത് പിടിക്കേണ്ടത് എന്തുകൊണ്ടാ? ഈ തെറ്റ് ഉണ്ടാക്കാൻ നടക്കുന്നവനെ 4 പേരുടെ മുമ്പിൽ തുറന്നു കാണിക്കേണ്ടത് എന്തുകൊണ്ടാ? നാളെ വേറൊരു കൊച്ചിന് ഇത് സംഭവിക്കാൻ പാടില്ല. അവൻ ഇങ്ങനത്തെ ഒരുത്തന്നെ അവൻ മെസ്സേജ് അയക്കുമ്പോ ഇങ്ങനെ കണ്ടോണ്ടാവുന്ന ഒരു മനുഷ്യന് മനസ്സിലാവണം. വളരെ തമാശ രീതിയിൽ ഓണത്തിന്റെ ഒരു പരിപാടിക്ക് ചിന്താ ജെറോമിനെ ഇവൻ പ്രപ്പോസ് ചെയ്തതായിട്ടൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ആ പ്രപ്പോസലിന്റെ പുറകിൽ എന്താന്ന്. അബിൻ വർക്കി എടുത്തെടുത്ത് പറയുന്നുണ്ട്, ആദ്യമായിട്ട് പരസ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് ചിന്താ ജെറോമിനെയാണ്. അതിന്റെ അർത്ഥം എന്താ? രഹസ്യമായിട്ട് ഇവൻ പലരെയും പ്രപ്പോസ് ചെയ്യാറുണ്ടെന്നുള്ളത് അബിൻ വർക്കിക്കും അറിയാമെന്ന് തന്നെയല്ലേ? ഇതെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. അപ്പൊ ഇങ്ങനെ ഒരാളെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്തവനാണെന്ന് അറിയണ്ടേ? അറിഞ്ഞില്ലെങ്കിൽ നമ്മളും നാളെ ഇതേപോലെ തന്നെ ഒരു കെണിയിൽ പോയി പെട്ടില്ലേ? അപ്പൊ ഇത് അറിയേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ 1 അല്ല 2 കേസ് പൊങ്ങി വന്നിരിക്കുന്നത്. ഉറപ്പായും ഇരകളല്ല നിയമപ്രകാരം കുറ്റം വിധിക്കപ്പെടുന്നത്, ഇരകളല്ല നിയമപ്രകാരം ശിക്ഷിക്കപ്പെടുന്നതെല്ലാം കുറ്റവാളിയാണ്. അപ്പൊ കുറ്റവാളിയെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ മനോധൈര്യമാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ അതുണ്ടാക്കിയെടുക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ഇരയായിരിക്കെ നിങ്ങളുടെ ഐഡന്റിറ്റി അത് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. ഒരു മനുഷ്യന്റെ മുമ്പിലും നിങ്ങളെ വെളിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇനിയും നിങ്ങൾ ഈ വ്യക്തിക്ക് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, സ്വന്തം പാർട്ടിയിലുള്ള പെൺകുട്ടികൾക്ക് ഒരാവശ്യമില്ല ഇവനെ തളർത്തിയിട്ടോ ഇവനെ നശിപ്പിച്ചിട്ടോ. അത് മനസ്സിലാക്കിക്കോ. അവര് പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നത്, പാർട്ടിക്ക് വേണ്ടി പുറത്തിറങ്ങി വന്നത്, പാർട്ടിക്ക് വേണ്ടി പിക്കറ്റിങ്ങളിൽ പങ്കെടുക്കുന്നത്, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പാർട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടാ. അങ്ങനെ ഒരു വ്യക്തി മനഃപൂർവ്വം ഒരാളെ നല്ലപോലെ നിൽക്കുന്ന ഒരു വ്യക്തിനെ നശിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യില്ല. ഇത്രയധികം പെൺകുട്ടികൾ വന്നത് അവർക്ക് അത്ര ഇവനെ കൊണ്ട് സഹിക്കാൻ പറ്റാത്തോണ്ടാ. നാളെ ഇവൻ മന്ത്രിയായ ഈ കേരളത്തിലെ പെൺകുട്ടികളുടെ അവസ്ഥ എന്താ? ഇങ്ങനെ ഒരു പോവട്ടിനെയാണോ മന്ത്രിയാക്കേണ്ടത്? നിയമസഭയിൽ കയറിയിരിക്കാൻ പറ്റിയ ആളാണോ ഇയാള്? ഒരിക്കലും പാടില്ല. സത്യം എന്നായാലും പുറത്തു വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് സ്ത്രീകളുടെ കണ്ണുനീരായാലും ഒരു മനുഷ്യന്, സ്ത്രീയോ പുരുഷനോ വിഷമിച്ചു കഴിഞ്ഞാൽ അതിനൊരു യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ ആ യാഥാർത്ഥ്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കലും കേരള നിയമസഭയിൽ ഇത്രയും വൃത്തിയായിട്ട ഒരു മനുഷ്യൻ കയറിയിരിക്കാൻ പാടില്ല. അതിപ്പോ മുകേഷിന്റെ കാര്യത്തിലാണെങ്കിലും ഗണേഷിന്റെ കാര്യത്തിലാണെങ്കിലും ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുക. എന്നിട്ട് കോൺഗ്രസിന് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നിലത്തിറക്കുക. പ്രതിപക്ഷത്തിന്റെ കഴിവില്ലായ്മ നിങ്ങൾ ജനങ്ങളോട് പറയേണ്ട. അതിന്റെ പേരിൽ കോൺഗ്രസ് ഇയാളെ അങ്ങ് താങ്ങുന്നു പറഞ്ഞാൽ കോൺഗ്രസിന്റെ തനിനിറം ഞങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അപ്പോ സത്യങ്ങളെല്ലാം പുറത്തു വരട്ടെ. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.